അഫ്ഗാനിസ്ഥാൻ വേഴ്സസ് പാകിസ്ഥാൻ 48 മണിക്കൂറത്തെ ടെമ്പററി സീസ് ഫയർ വയലേറ്റ് ചെയ്തു. താലിബാൻസിന്റെ പ്രദേശങ്ങൾക്കെതിരെ പാകിസ്ഥാൻ നടത്തിയ എയർ സ്ട്രൈക്കിൽ 10-ലധികം പേർ മരിച്ചതായി വാർത്തകൾ വന്നിട്ടുണ്ട്. ഇതിൽ അഫ്ഗാനിസ്ഥാനിലെ 3 ക്രിക്കറ്റ് പ്ലേയേഴ്സും ഉണ്ട്. നാഷണൽ ടീമിൽ ഇവർ ഇല്ലെങ്കിലും അവിടെയുള്ള ഗ്രേഡ് 1 ടീമിൽ ഇവരുണ്ട്. ഒരു ടൂർണമെന്റിൽ പങ്കെടുത്തതിനു ശേഷം അവർ താമസിക്കുന്ന വിശ്രമ കേന്ദ്രത്തിന് നേരെ പാകിസ്ഥാൻ ഈ ഒരു എയർ സ്ട്രൈക്ക് നടത്തിയിട്ടുണ്ട്. ഇത് ഒരു വലിയ കോളക്കം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇടയിലുള്ള ഈ ബന്ധത്തിന് ഒരു ഫുൾ സ്റ്റോപ്പ് വയ്ക്കുന്ന സംഭവമായി ഇത് മാറാൻ സാധ്യതയുണ്ട്. ഇവയ്ക്കെല്ലാം ഇടയിൽ ഇത് സംബന്ധിക്കുന്ന ചർച്ചകൾ നടത്താനായി പാകിസ്ഥാനും താലിബാൻസും ഇന്നലെ ഖത്തറിലെ ദോഹയിൽ കണ്ടുമുട്ടി. ഇവയെക്കുറിച്ചെല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. തെഹ്രിക്ക് താലിബാൻ ഇന്നലെ നോർത്ത് വസിരിസ്ഥാൻ പ്രദേശത്ത് ഒരു വലിയ സൂയിസൈഡ് അറ്റാക്ക് സംഭവിച്ചു. അതിൽ പാകിസ്ഥാന് സംഭവിച്ച മരണനിരക്ക് ഡബിൾ ഡിജിറ്റോളം വരാം. ഇതിനൊരു പ്രതികാരം വീട്ടുന്ന രീതിയിൽ പാകിസ്ഥാൻ വ്യോമസേനയിലുള്ള വിമാനങ്ങൾ പക്തിക പ്രൊവിൻസിലുള്ള ആർമർ ബർമൻസ് എന്ന 2 പ്രദേശങ്ങളിൽ അവരുടെ ഏരിയൽ സ്ട്രൈക്സ് നടത്തി. ഇവരുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത് തെഹ്രിക്ക് താലിബാൻസിന് സപ്പോർട്ടായി പ്രവർത്തിക്കുന്ന ഹാഫിസ് ഗുൽ ബഹദർ ഗ്രൂപ്പ് ഇവർ ഈ പക്തിക എന്ന പ്രോവിൻസിലാണ് കൂടുതലായും പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ താമസിക്കുന്നത്. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിലുള്ള പ്രദേശങ്ങളിൽ ഇവരുടെ വാസകേന്ദ്രങ്ങളുണ്ട്. ഈ പ്രദേശങ്ങളെ നോക്കി പാകിസ്ഥാന്റെ ഏരിയൽ സ്ട്രൈക്സ് നടത്തി 9 ബോംബുകൾ വരെയും ഇവിടെ അയച്ചതായി പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഇവർ നടത്തിയ ഏരിയൽ അറ്റാക്കിൽ ബഹദർ ഗ്രൂപ്പിലുള്ള 20-30 പേരോളം മരിച്ചിരിക്കാമെന്ന് ഒഫീഷ്യൽ എസ്റ്റിമേഷൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ താലിബാൻ സൈഡിൽ പറഞ്ഞത് ആദ്യഘട്ട വിവരം അനുസരിച്ച് 10 പേർ അവിടെ മരിച്ചു. ഈ 10 പേരിൽ 2 കുട്ടികളും 2 സ്ത്രീകളും ഉണ്ട്. 3 പേർ അഫ്ഗാനിസ്ഥാന്റെ ഗ്രേഡ് 1 ക്രിക്കറ്റ് ടീമിലുള്ള വ്യക്തികളാണ്. അവർ ലോക്കൽ ടൂർണമെന്റിൽ പങ്കെടുത്തിട്ട് രാത്രി ഉറങ്ങാനായി വിശ്രമ കേന്ദ്രങ്ങളിൽ കിടക്കുമ്പോൾ ഈ ഒരു എയർ സ്ട്രൈക്ക് സംഭവിച്ചതിൽ മരിച്ചതായും അവർ പറഞ്ഞു. അഫ്ഗാനിസ്ഥാന്റെ ക്രിക്കറ്റ് ബോർഡ് നടത്തുന്ന ഒരു മാച്ച് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഇടയിൽ അടുത്ത മാസം ഒരു ട്രൈ സീരീസ് നടക്കാനിരിക്കുകയായിരുന്നു. ആ ട്രൈ സീരീസ് ക്യാൻസൽ ചെയ്തതായും പറഞ്ഞു. ലോകത്തിലെ ഒരുപാട് ക്രിക്കറ്റ് വിദഗ്ധർ ഈ ഒരു ആക്രമണത്തിനെതിരെ ഇപ്പോൾ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്ട്രൈക്സ് എല്ലാം ഒരു ഭാഗത്ത് ഇങ്ങനെ പോകുമ്പോൾ എന്തിനു വേണ്ടിയാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഇത്ര വലിയൊരു മൂവ്മെന്റ് അവിടെ ചെയ്യണം? ഇതിനെതിരെ ഒരു വലിയ കുറ്റാരോപണമുണ്ട്. പാകിസ്ഥാനെതിരെ അഫ്ഗാനിസ്ഥാൻ അവരുടെ സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റംസ് റെഡി ചെയ്യുകയാണ്. അഫ്ഗാനിസ്ഥാനിലുള്ള മാൻ പാർട്സ് എല്ലാം ഇന്ത്യൻ ടെക്നീഷ്യൻസ് അകത്തേക്ക് വന്ന് അതെല്ലാം ശരിയാക്കി കൊടുക്കുകയാണ് എന്നൊരു വലിയ കുറ്റാരോപണം പാകിസ്ഥാനിൽ നിന്ന് വന്നു. ഇതിൽ എന്തെങ്കിലും കാരണമുണ്ടോ? ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ? പാകിസ്ഥാൻ എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ അതിന് കാരണം താലിബാൻസ് ഒരു വലിയ മൂവ്മെന്റ് ഇപ്പോൾ ദുരന്ത് ലൈൻ കഴിഞ്ഞു ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ ഇവർ ആക്രമിച്ചത് ബഹദൂർ ക്യാമ്പാണ്. ഈ ബഹദൂർ ക്യാമ്പ് എന്നത് അല്ലെങ്കിൽ ആ സംഘടന എന്നത് തെഹ്രിക്ക് താലിബാൻസിന്റെ ഒരു പ്രധാനപ്പെട്ട ശാഖയാണ്. എങ്ങനെയാണോ താലിബാൻസിൽ നിന്നും തെഹ്രിക്ക് താലിബാൻസ് രൂപം കൊണ്ടത്, അതുപോലെ ഈ തെഹ്രിക്ക് താലിബാൻസിൽ നിന്നും അവർക്ക് സപ്പോർട്ട് നൽകുന്ന രീതിയിൽ രൂപം കൊണ്ടതാണ് ഈ ബഹദൂർ. ഇവരുടെ പക്കൽ അഫ്ഗാനിസ്ഥാൻ താലിബാൻസിന്റെ ചില പ്രധാനപ്പെട്ട ആയുധ സംവിധാനങ്ങളുണ്ട്. എന്നാൽ ഇവയെല്ലാം സോവിയറ്റ് കാലത്തിലുള്ളതാണ്. വളരെ മുൻപ് നിർമ്മിച്ച വേരിയന്റ് ആണ്. ഇതിൽ അതിനവീനമായുള്ളതെല്ലാം ഡീആക്ടിവേറ്റ് ചെയ്യപ്പെടുകയും ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ അമേരിക്ക ആക്കുകയും ചെയ്തു. അതൊക്കെ അഫ്ഗാനിസ്ഥാൻ താലിബാൻസ് ഒരു വിധത്തിലൊക്കെ ആക്സസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ആയുധങ്ങളൊക്കെ ഇവർ തിരികെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് ടെക്നിക്കലായി സഹായം ആവശ്യമാണ്. ടെക്നിക്കൽ സഹായം വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അവർ ഇറാനിൽ റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്യണം, അങ്ങനെ ആക്സസ് ചെയ്യണം. അല്ലെങ്കിൽ ഈ സാങ്കേതിക വിദ്യ കൂടുതലുള്ള ഒരു രാജ്യത്തെ ആക്സസ് ചെയ്യണം. ഇന്ന് അഫ്ഗാനിസ്ഥാനുള്ള സാഹചര്യത്തിൽ ആരും അവർക്ക് സഹായിക്കാൻ തയ്യാറാകില്ല. ചൈനയോടും സഹായം ചോദിച്ചു പോകാൻ കഴിയില്ല. കാരണം അവിടെ പാകിസ്ഥാനുമായി പ്രശ്നം നടക്കുന്നുണ്ട്. അവരകത്തേക്ക് വരാൻ സാധ്യതയില്ല. അപ്പോൾ ഇറാന്റെ ഭാഗത്തേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. അടുത്ത് ഇന്ത്യ ഇവർക്ക് സഹായം നൽകാനും സാധ്യതയുണ്ട്. നേരിട്ട് ഈ സഹായം ഇന്ത്യ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ചെയ്യില്ല. കാരണം ഇന്നൊരു പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിയാൽ താലിബാൻസ് പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്യുകയാണ്. അപ്പോൾ ശത്രുവിന്റെ ശത്രു മിത്രം എന്ന കാറ്റഗറിയിൽ നമുക്ക് എടുക്കാം. താലിബാൻസിന് സപ്പോർട്ടായി ഇന്ത്യ പ്രവർത്തിക്കാനുള്ള സാഹചര്യമുണ്ട്. എന്നാൽ ഒരു കാര്യം നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. ഇതേ അഫ്ഗാനിസ്ഥാനുള്ളിൽ പാകിസ്ഥാന് സപ്പോർട്ടായി പ്രവർത്തിക്കുന്ന ചില ഗ്രൂപ്പുകളുണ്ട്. പാകിസ്ഥാന് അനുകൂലമായി പ്രവർത്തിക്കുന്ന ഗ്രൂപ്പുകൾ അഫ്ഗാനിസ്ഥാനിലുള്ള ചിലരുടെ സപ്പോർട്ടോടുകൂടി ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ അവസ്ഥ എന്താണ്? നേരിട്ട് നമുക്കിവിടെ സഹായം ചെയ്യാൻ സാധിക്കില്ല. ഇൻഡയറക്റ്റായി ചില സഹായം ചെയ്യുകയാണെങ്കിൽ പോലും അത് കാരണം ഇന്ത്യക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത രീതിയിൽ അതിനെ അനലൈസ് ചെയ്ത് സിറ്റുവേഷൻസ് ഒക്കെ ആക്സസ് ചെയ്ത് പെരുമാറേണ്ട ഒരു സാഹചര്യത്തിലാണ് ഉള്ളത്. അപ്പോൾ ഇപ്പോഴത്തേക്ക് ഇന്ത്യയുടെ പക്കൽ നിന്ന് സഹായം പോകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ഒരു പക്ഷേ ഇൻഡയറക്റ്റായി ചില ടെക്നിക്കൽ സഹായം അവിടെയുള്ള റായ് ഏജൻസി വഴിയോ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലുള്ള ചില വ്യക്തികൾ വഴിയോ ഇന്ത്യ ചെയ്യാനുള്ള സാധ്യതയും കുറവാണ്. അപ്പോൾ പാകിസ്ഥാൻ നടത്തിയ ഈ ഒരു കുറ്റാരോപണത്തിന് പ്രധാനപ്പെട്ട കാരണം കവാജ ആസിഫർ അടുത്തിടെ ഒരു കാര്യം പറഞ്ഞു. പാകിസ്ഥാൻ 2 ഫ്രണ്ട് വാറാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു വശത്ത് അഫ്ഗാനിസ്ഥാൻ,
ഇന്ത്യയുടെ പ്രോക്സിയായി പാകിസ്ഥാനെ തിരിച്ചടിക്കുന്നു. മറുവശത്ത് ഇന്ത്യ ബോർഡർ പ്രദേശങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും ഒരു എസ്കലേഷൻ പാകിസ്ഥാനെതിരെ ചെയ്യും. സത്യത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ ഇപ്പോൾ വളരെ സമാധാനപരമായി പോവുകയാണ്. അടുത്തിടെ പോലും ഒരു തീവ്രവാദ ആക്രമണത്തിൽ 3 പേരെ വെടിവെച്ചു കൊന്നു. നുഴഞ്ഞു കയറാൻ ശ്രമിച്ച വ്യക്തികളെ വെടിവെച്ചു കൊന്നു. ചിലർ അകത്തേക്ക് കയറുകയും ചെയ്തു. അപ്പോൾ പാകിസ്ഥാനാണ് ഇവിടെ ഗെയിം പ്ലേ ചെയ്യുന്നത്. ഇവരുടെ മിലിറ്ററി സെറ്റപ്പ് എല്ലാം പൂർണ്ണമായും ഇന്ത്യ അടിസ്ഥാനമാക്കിയാണ്. സത്യത്തിൽ ഇവർക്കൊരു ഡോക്ട്രിൻ ഉണ്ട്, സ്ട്രാറ്റജിക് ഡെപ്ത് എന്നാണ് പറയുന്നത്. 1980s സിയാദ് കൊണ്ടുവന്ന വളരെ ഫോർമലൈസ് ചെയ്യപ്പെട്ട ഒരു ഡോക്ട്രിൻ. അതിൽ പറയുന്നത് അഫ്ഗാനിസ്ഥാനെ കോൺസെൻട്രേറ്റ് ചെയ്തില്ല. കാരണം അഫ്ഗാനിസ്ഥാനെ ഒരു ലോഞ്ച് പാഡായി ഉപയോഗിച്ച് അക്യൂസേഷൻ ഒന്നും പാകിസ്ഥാനിലേക്ക് വരാത്ത രീതിയിൽ അഫ്ഗാനിസ്ഥാനിൽ തീവ്രവാദ ഗ്രൂപ്പുകളെ ഉണ്ടാക്കി ഇവിടെ LOCയിലേക്ക് ലോഞ്ച് പാഡായി ഉപയോഗിച്ച് ഇന്ത്യക്കുള്ളിലേക്ക് കയറ്റിവിട്ടു. പക്ഷെ അവർ ചിന്തിച്ചു നോക്കാത്തൊരു കാര്യം, എന്നായാലും അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനെതിരെ തിരിയുമെന്നൊരു കാര്യം. ഇവിടെ പറയുന്നത് ഒരേ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അവരുടെ സർക്കാർ അധികാരികളുടെ സ്റ്റേറ്റ്മെന്റിലൊക്കെ ഇത് പറയുന്നുണ്ട്. ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ ഉപയോഗിച്ച് പാകിസ്ഥാനെ അടിക്കുകയാണ്. അല്ലെങ്കിൽ അടുത്തിടെ ഈ IED ബ്ലാസ്റ്റ് ഒക്കെ സംഭവിച്ചല്ലോ, അതിന് പോലും പാകിസ്ഥാൻ സർക്കാരൊക്കെ ഇന്ത്യ വലിയ രീതിയിൽ വിമർശിക്കുന്നു. നിങ്ങൾ ഹെവി പ്രൈസ് പേ ചെയ്യും, പാകിസ്ഥാനെതിരെയുള്ള തീവ്രവാദ ആക്രമണം തുടരുകയാണെങ്കിൽ നിങ്ങൾ ഭയങ്കരമായ ഒരു മറുപടി നൽകേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വലിയ രീതിയിൽ ദേഷ്യപ്പെട്ടു. നിങ്ങൾ സംസാരിക്കുന്നതെല്ലാം ശരി തന്നെയാണ്, ഇതേ കാര്യം തന്നെയല്ലേ കാശ്മീരിലും നിങ്ങൾ ചെയ്യുന്നത്. ഹെവി പ്രൈസ് പേ ചെയ്യുമെന്ന് അസീം മുനീർ ആണ് പറഞ്ഞത്. ഇതേ അസീം മുനീർ മുൻപൊക്കെ പല സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇന്ത്യ ഒരു പ്രിസിഷൻ സ്ട്രൈക്ക് ചെയ്ത് പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീരിലുള്ള ടെററിസ്റ്റ് ക്യാമ്പ്സിനെ, ഈ ജെയ്ഷെ മുഹമ്മദിന്റെ ക്യാമ്പ്സ്, അവിടെയുള്ള ട്രെയിനിങ് സെന്റേഴ്സ്, ഇതൊക്കെ നശിപ്പിച്ചു. എവിഡൻസോടുകൂടി അതിനെല്ലാം ആക്രമിച്ചപ്പോൾ അന്ന് നിലവിളിച്ചോടിയതും ഇതേ വ്യക്തി തന്നെയാണ്. രണ്ടും ഒരേ വ്യക്തി തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് നടന്നാൽ മാത്രം അത് പ്രശ്നം, അതേ കാര്യം ഞങ്ങൾക്ക് നടന്നാൽ അതൊരു പ്രശ്നമേ അല്ല എന്നാണോ? തെഹ്രീക്ക് താലിബാൻ നിങ്ങളെ ആക്രമിച്ചാൽ തീവ്രവാദ ആക്രമണം, അതേ കാര്യം കാശ്മീരിനുള്ളിലേക്ക് തീവ്രവാദത്തെ കാശ്മീരിനുള്ളിലേക്ക് കടത്തിവിടുകയാണെങ്കിൽ അത് തീവ്രവാദം അല്ല എന്നാണോ? ഇതെന്ത് ലോജിക്കാണ്? ഈ ലോജിക് നിങ്ങൾ മനസ്സിലാക്കാത്തിടത്തോളം കാലം പാകിസ്ഥാൻ ഒരിക്കലും നന്നാകില്ല. ഇത് മാത്രമല്ല, തെഹ്രീക്ക് താലിബാൻസ് ഒരു അറ്റാക്ക് നടത്തിയതിനു ശേഷം ഒഫീഷ്യൽ ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടു. ഞങ്ങൾ എത്രയും പെട്ടെന്ന് പാകിസ്ഥാന്റെ ഗവൺമെന്റിനെതിരെ, രാഷ്ട്രീയത്തിനെതിരെ ഒരു യുദ്ധം തുടങ്ങും. ഇതുവഴി ഉണ്ടാകുന്ന പ്രത്യാഘാതം പാകിസ്ഥാൻ ചരിത്രത്തിൽ മറക്കാനാകാത്തതാകും. ഒരു വംശീയ ഗ്രൂപ്പിനെ നിങ്ങൾ അടക്കി വച്ചിരിക്കുകയാണ്. മുഴുവനായും നശിപ്പിക്കണമെന്ന് ചിന്തിച്ച് അതിനുള്ള പ്രവർത്തനങ്ങൾ, നടപടികൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഫലം എന്താണെന്നുള്ളത് പാകിസ്ഥാൻ സർക്കാർ അറിയും. പാകിസ്ഥാൻ സർക്കാരിന് ഞങ്ങൾ കാണിച്ചു കൊടുക്കും എന്നൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തെഹ്രീക്ക് താലിബാൻസ് ഇതിനുശേഷം ഒരു വലിയ അറ്റാക്ക് പാകിസ്ഥാനുള്ളിൽ ചെയ്യേണ്ട സാധ്യതയുണ്ട്. വീണ്ടും പറയുകയാണ്, അഫ്ഗാനിസ്ഥാന്റെ പക്കൽ ഒരു സ്ട്രക്ചേർഡ് ആർമി ഒന്നും ഇല്ല, അവർക്ക് പ്രോട്ടോകോൾസും വലിയ രീതിയിലൊന്നുമില്ല. അതായത് ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ക്ലാഷിൽ പോലും ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ്, ഇവർക്കുള്ളിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ആദ്യം നടക്കും. അതോടുകൂടിയ പ്രശ്നം അവസാനിക്കും. അതായത് അവർക്ക് കീഴിലുള്ള വ്യക്തികൾക്ക് ഇൻഫോർമേഷൻസ് എല്ലാം പാസ് ചെയ്ത് ആ പ്രശ്നം അതോടുകൂടി അവസാനിപ്പിക്കും. ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നും ഒരു ഉത്തരവ് വരികയാണെങ്കിൽ താഴെയുള്ള വ്യക്തികൾ അതിനപ്പുറം വലിയ പ്രശ്നമൊന്നും ചെയ്യില്ല. പക്ഷെ താലിബാൻസിന്റെ കാര്യത്തിൽ അങ്ങനെയൊന്നും സംഭവിക്കില്ല. കമാൻഡ് സെന്ററിൽ ടോപ്പിലുള്ള വ്യക്തികൾ താഴെയുള്ള ഈ വംശീയ ഗ്രൂപ്പുകൾ ഒരു ഘട്ടത്തിന് ശേഷം കേൾക്കില്ല, അല്ലെങ്കിൽ അവർക്കുള്ളിൽ ആ പ്രോട്ടോകോളേ ഇല്ല. ഇനി ഉത്തരവ് മുകളിൽ നിന്ന് വന്നാൽ അത് ഇവരുടെ കമാൻഡിലേക്ക് വരാൻ തന്നെ ലേറ്റ് ആകും. അതുകൊണ്ട് തന്നെ അവിടെയുള്ള പഷ്തൂൺ വംശജർ പോലും പാകിസ്ഥാനെതിരെ തിരിയാൻ തുടങ്ങിയിട്ടുണ്ട്. ദുരന്ത് ലൈനോട് ചേർന്നുള്ള അതിർത്തി പ്രദേശങ്ങളിൽ വലിയ സംഘർഷമാണ്. ലേറ്റസ്റ്റ് ന്യൂസ് ഒക്കെ നോക്കുകയാണെങ്കിൽ പാകിസ്ഥാനെതിരെ തന്നെ അവിടെ ഒരു വലിയ പ്രതിഷേധം ഉയരാൻ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ വംശത്തെ തന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഈ ഇമ്രാൻഖാന്റെ പാർട്ടിയിലുള്ള വ്യക്തികളിൽ കൂടുതൽ പേരും ഈ പഷ്തൂൺ ട്രൈബ്സിലുള്ള വ്യക്തികളാണ്. ഇപ്പൊ അവരും പ്രശ്നം കയ്യിലെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അസീം മുനീർ ഇന്നലെ ഖത്തറിലേക്ക് പോയിട്ടുണ്ട്. ദോഹയിൽ വെച്ച് ഒരു സമാധാന ചർച്ച നടത്താനായി. അതിന് മുൻപ് ഇങ്ങനെ ഒരു വലിയ എയർ സ്ട്രൈക്ക് ചെയ്തത് ഒരു പക്ഷേ താലിബാൻസ് അതോടുകൂടി അവസാനിപ്പിക്കില്ല എന്നതിൻ്റെ ഒരു സൂചനയായിരിക്കാം. അതായത് ഈ സമാധാന ചർച്ചയ്ക്ക് താലിബാൻസ് സമ്മതിച്ചാലും ടേബിളിൽ ഒരു സൈൻ ചെയ്യും, ഇതിനുശേഷം പ്രശ്നങ്ങളൊന്നും വരില്ല എന്ന്. എന്നാൽ അതിനുശേഷം വീണ്ടും പ്രശ്നങ്ങൾ അവസാനിക്കില്ല എന്നൊരിക്കലും പറയാൻ കഴിയില്ല. ഒരു ഷാഡോ എഫക്റ്റായി മാറും. തെഹ്രീക്ക് താലിബാൻസ് കാരണം പാകിസ്ഥാന് വീണ്ടും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ്. അത് തറപ്പിച്ച് പറയാൻ കഴിയും. മാത്രമല്ല പാകിസ്ഥാനുള്ളിൽ തന്നെ പലയിടങ്ങളിലും പ്രതിഷേധം നടക്കുന്നുണ്ട്. ഈ എയർ സ്ട്രൈക്സ് എന്നത് ആവശ്യമില്ലാത്ത ഒന്നാണ്. ബലൂചിസ്ഥാനിലായിക്കോട്ടെ, ഖൈബൂർ പഖ്തൂഖ പ്രദേശത്ത് നടക്കുന്നതായിക്കോട്ടെ, അവിടെയായി നടക്കുന്ന ഈ പ്രശ്നങ്ങളെല്ലാം സർക്കാർ നടത്തുന്ന സംഭവങ്ങളുടെ എല്ലാം ഒരു പ്രതിഫലനമായാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അഫ്ഗാനിസ്ഥാൻ താലിബാൻസുമായി യാതൊരു സഹകരണവും ഇല്ലാതെ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് രാജ്യത്തിനുള്ളിൽ പ്രശ്നങ്ങൾ വർദ്ധിക്കാൻ തന്നെ കാരണമാകും. പ്രശ്നം വർദ്ധിക്കുമ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാൻ പാകിസ്ഥാൻ വീണ്ടും അവിടെയുള്ള വംശീയ ഗ്രൂപ്പുകൾക്കെതിരെയുള്ള നടപടികൾ എടുക്കും. ഇങ്ങനെയാണ് പാകിസ്ഥാൻ സർക്കാരിനെതിരെയുള്ള പ്രതിഷേധവും പ്രശ്നങ്ങളും നടക്കുന്നത്. മാത്രവുമല്ല ഒഫീഷ്യലി നോക്കുകയാണെങ്കിൽ ഇവർ പറഞ്ഞ ഈ ടു ഫ്രണ്ട് വാർ എന്നത്
അഫ്ഗാനിസ്ഥാൻ സൈഡിൽ തീവ്രമാകാൻ സാധ്യതയുണ്ട്. ഈ സീസ് ഫയർ അവർ സമ്മതിച്ചാലും ഇല്ലെങ്കിലും തെഹ്രീക്ക് താലിബാൻസ് അകത്തേക്ക് ചെന്ന് എപ്പോഴായാലും ഒരു പ്രശ്നം ഉണ്ടാക്കും. അടുത്ത വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത് ഒരു 8000 കിലോമീറ്റർ ഫ്രണ്ട് ലൈനെ കുറിച്ചാണ്. നമ്മൾ ഇന്ത്യയെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഇന്ത്യ 2 ഫ്രണ്ട് വാറിലാണെന്ന് പറയും. 2 ഫ്രണ്ട് വാർ ഇന്ത്യ നടത്താനുള്ള സാധ്യതകളുണ്ട്. ഒരു വശത്ത് ചൈന, മറുവശത്ത് പാകിസ്ഥാൻ. ഇങ്ങനെ നമ്മുടെ അതിർത്തിയെ നമ്മൾ സംരക്ഷിക്കേണ്ട ആവശ്യകത ഉണ്ടെന്നൊക്കെ നമ്മൾ ഇടയ്ക്കിടെ സംസാരിക്കും. പക്ഷെ ഇത് പാകിസ്ഥാന്റെ കാര്യത്തിൽ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് പോലും പ്രശ്നമില്ല, 2 ഫ്രണ്ട് വാറാണ്. പക്ഷെ പാകിസ്ഥാൻ ഒരു 4 ഫ്രണ്ട് വാറിൽ അകപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതെന്താണെന്ന് അറിയണ്ടേ? അടുത്ത വീഡിയോയിലൂടെ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായി അറിയാം. അടുത്ത വീഡിയോ മിസ് ചെയ്യാതെ കാണുക. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി ഓയിസ് ഓയിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.